ഹൈയുള്ള അസ്സലാമലൈക്കും. അപ്പം നമ്മളിന്ന് ഒരു 2 ഇയർ ബേബി 18 സൈസിലുള്ള ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്ലവറും അതുപോലെ തന്നെ താഴെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും അതുപോലെ വലിയൊരു ഫ്ലവേഴ്സും ബീഡ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ലൊരു എന്താ പറയുക മസ്റ്റർഡ് യെല്ലോയിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് പ്ലെയിൻ ആയിട്ടും ഫ്രണ്ട് കുറച്ച് ഹെവി ആയിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ബാക്ക് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2.5 മീറ്ററിന് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. 46 ഇഞ്ച് വിടുത്തുള്ള നെറ്റാണ് കേട്ടോ. 11.5 ഇഞ്ചിൽ നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാണ്. ഒരു പീസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ 11.5 ഇഞ്ച് ലെങ്ത്തിൽ. അപ്പോൾ നമ്മൾ ടോപ്പ് പോർഷൻ വരുന്നത് 7 ഇഞ്ചാണ്, സ്കേർട്ട് പോർഷൻ വരുന്നത് 11 ഇഞ്ചുമാണ് കേട്ടോ. അങ്ങനെ ടോട്ടലി 18 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പീസും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പീസ് 5 മീറ്റർ, ഫസ്റ്റ് ലെയർ 5 മീറ്ററും സെക്കൻഡ് ലെയർ 5 മീറ്ററും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ടാണല്ലോ സാധാരണ കട്ട് ചെയ്യാറ്. അതേപോലെ തന്നെ 11 ഇഞ്ചിൽ 2 പീസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2.5 to 2.5 5 മീറ്റർ ഉള്ളിലും ലെയർ കൊടുക്കുന്നുണ്ട്, 5 മീറ്റർ താഴെയായിട്ടും ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലി നമ്മൾ 10 മീറ്ററാണ് ലെയർ കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ 5ഉം സെക്കൻഡ് ലെയർ 5ഉം അങ്ങനെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ലൈനിങ് നമ്മൾ ഇതിന് സാറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത്. സാധാരണ നമ്മൾ സാധാരണ ക്രേപ്പാണല്ലോ കൊടുക്കുക. ക്രേപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും സാറ്റിൻ തന്നെ യൂസ് ചെയ്യല് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ സാറ്റിനാണ് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാറ്റിൻ തന്നെയാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ ഇതും നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത അതേ അളവിൽ തന്നെ 11.5 ഇഞ്ചിൽ 2 പീസസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിലങ്ങാണ് എല്ലാ ലൈനിങ്ങും കട്ട് ചെയ്യാതെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അതിലാണ് ഇതിന് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വിലങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഒറ്റ പീസ് നമുക്ക് വേസ്റ്റ് ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുമല്ല കുറേ മെറ്റീരിയൽ എടുക്കും വേണ്ട. 1 മീറ്ററൊക്കെ എടുത്താൽ തന്നെ 1 വയസ്സിനും 2 വയസ്സിനൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് 2 പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കോട്ടൺ ലൈനിങ് ആണ്. കോട്ടൺ ലൈനിങ് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ട് ഒരു 10.5 ഇഞ്ച്, മറ്റേത് നമ്മൾ 11.5 ഇഞ്ചിലാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ അതിന് 1 ഇഞ്ച് കുറച്ചിട്ട് 10.5 നമ്മൾ മടക്കി തയ്ക്കുമ്പം 2 പീസസും കൂടെ ഫസ്റ്റ് കോട്ടൺ ലൈനിങ്ങും സാറ്റിൻ ലൈനിങ്ങും കൂടെ 1 ഇഞ്ച് ഡിഫറൻറ്റിൽ നിൽക്കണം. ആ ഒരു രീതിക്കാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പീസസും കൂടെ കട്ട് ചെയ്തിട്ട് ഇതും നമ്മൾ 2 പീസസ് കട്ട് ചെയ്തും വിലങ്ങാണ് നമ്മൾ കട്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് വേസ്റ്റ് ആവില്ല. ഒരൊറ്റ പീസ് പോലും വേസ്റ്റായി പോവില്ല. കോട്ടൺ ലൈനിങ് ആയാലും ക്രേപ്പ് ലൈനിങ് ആയാലും. പിന്നെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ -2 കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കുറച്ചിട്ട് അപ്പോൾ 5 കിട്ടും. 5 + 1 6 ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ എല്ലാ അളവുകളും എടുത്തതിന് ശേഷമാണ് ആ 2 ഇഞ്ചിനെ മൈനസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡർ 5 ഇഞ്ചും ആം ഹോള് 5 ഇഞ്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ രണ്ടും മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് മെഷർമെൻറ്റ് 6 + 1 മാർക്ക് ചെയ്തിട്ട് 6 ചെസ്റ്റ് മെഷർമെൻറ്റും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ നെക്ക് ലെങ്ത്ത് 2 ഇഞ്ചും ലെങ്ത്ത് 2.5 ഇഞ്ചും വിഡ്ത്ത് 2.5 ഇഞ്ചും വരുന്നുണ്ട് കേട്ടോ. 2 ഇയർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ സ്റ്റാപ്പ് കൊടുക്കുന്നതുകൊണ്ട് 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് ആ നെക്കിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ആ ഒരു നെക്ക് ലൈൻ വരച്ചതിൻ്റെ ഇതിൽ. അപ്പോൾ 2 ഇഞ്ചിലാണ് നമുക്ക് താഴോട്ടുള്ള നെക്ക്
ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നത്. വിടുത്ത് 1/2 ഇഞ്ചും കൂടി താഴേക്ക് കുഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു കട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ടോട്ടലി 2.5 ഇഞ്ച് എന്ന് പറയണത് കേട്ടോ. നമ്മൾ ആ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 2 ഇഞ്ച് സ്റ്റാപ്പിനുള്ള ഗ്യാപ്പ് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ. നമ്മൾ മുമ്പ് ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇതും. അപ്പോൾ നമ്മൾ എത്രയാണോ സ്റ്റാപ്പ് അതിന് ബോഡി പാർട്ടൊന്ന് മൈനസ് ചെയ്യാം. തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു പീസസ് വെച്ചിട്ട് തന്നെ ബാക്ക് വശം നെക്ക് ഭാഗം കുഴിക്കുന്നില്ല കേട്ടോ. സാധാ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സിബ് വെക്കുന്ന ഭാഗം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് സെക്കൻഡ് ബോഡി പാർട്ട് ബാക്കും ഫ്രണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. സാറ്റിനും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആ സാറ്റിൻ്റെ മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റും കൂടെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കും അതേ സെയിം ആയിട്ട് തന്നെ കോട്ടൺ ലൈനിങ്, സാറ്റിൻ ലൈനിങ് കൂടാതെ നെറ്റ് അങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റാപ്പിനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ലെങ്തി ആയി പോകേണ്ട വെച്ചിട്ടാണ് കേട്ടോ ഓരോ കട്ടിങ്ങും സെപ്പറേറ്റ് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ സ്റ്റാപ്പ് 1.5 ഇഞ്ച് 2 വശത്തോളം സ്റ്റാപ്പ് കൊടുക്കാനുള്ളത്. സ്റ്റാപ്പ് 5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കണം. വൈഡ് 1.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം 1.5 ഇഞ്ചിന് മുകളിൽ കണക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റ് അതിൽ നമ്മൾ പഞ്ചിങ് പീസ് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ബാക്കിൽ കൊടുക്കാനുള്ള വള്ളിയാണ് കേട്ടോ, കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ നമ്മൾ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ പ്ലെയിൻ നെറ്റും വെച്ചിട്ട് കൂട്ടിയടിക്കുക. പിന്നെ സ്റ്റാപ്പ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കോട്ടൺ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ്ങും കൂടെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ആ എൻഡിങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. ചെറിയ കട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുക. ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രോക്കാണ്. പക്ഷേ നല്ല പട്ടി വെയർ ലുക്ക് ആക്കി എടുക്കട്ടെ. നമുക്ക് ചെറിയ ഡിസൈൻസൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുക്കുമ്പം നല്ല സിമ്പിൾ ഫ്രോക്കാണ്. പിന്നെ നമ്മൾ അതിൽ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യട്ടെ. ഇതിപ്പോൾ നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്യുന്ന ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ ആ ഒരു ചോയ്സിനനുസരിച്ചുള്ള മോഡൽസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് ഇതിലൊരു ഹാഷ് ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിം പാറ്റേൺ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്ന ഫ്രോക്കാണ്. നമുക്ക് ഓരോ ഫ്രോക്കും കട്ടിങ്ങും സ്റ്റിച്ചിങ് ഇടുന്നത് നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്യുന്ന ഫ്രോക്കുകളാണ് തന്നെ കേട്ടോ, കസ്റ്റമൈസേഷനായിട്ട്. അപ്പോൾ നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ് എടുക്കാനായിട്ടൊന്നും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാറില്ല. സാധാരണ കസ്റ്റമൈസ്ഡായിട്ട് വരുന്ന ഫ്രോക്കുകൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ എടുക്കുക എന്നുള്ളൂ. അപ്പോൾ ഇതിലതിന് നമുക്ക് ഒരുപാട് ഫ്രോക്കുകൾ ചെയ്തു പോകാറുണ്ട്. ഒരേ ഫ്രോക്ക് ആയതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസോ മോഡൽസോ ഒന്നും എടുക്കാറില്ല എന്ന് മാത്രം. ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ചെയ്ത ഫ്രോക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബാക്കിൽ നമ്മൾ സിബ് കൊടുക്കുക, സാധാരണ കൊടുക്കണം അതേപോലെ തന്നെ സിബും കൂടെ കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രിൽസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കേർട്ട് പോർഷന് ആദ്യം കോട്ടൺ ലൈനിങ്, പിന്നെ സാറ്റിൻ ലൈനിങ്, പിന്നെ 2 ലെയർ നെറ്റും കൂടെ എടുത്തിട്ട് നല്ല തിക്കായിട്ട് ഫ്രില്ലും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഫി ആയിട്ട് എടുക്കുന്ന ഫ്രോക്കാണ്. അപ്പോൾ നല്ല സിബൊക്കെ കൊടുത്തിട്ട് നമ്മൾ ബോഡി പാർട്ട് റെഡിയാക്കിയിട്ടുണ്ട്. 2 വള്ളിയും കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് ഇതിന് ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ സൈഡ് കൂട്ടുന്നതിനുള്ള ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം സൈഡ് കൂട്ടി കൊടുക്കണം കേട്ടോ. നമ്മൾ സൈഡ് കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ കൂട്ടിയടിച്ച് വെള്ളിയൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ട് പോർഷനും ബോഡി പോർഷനും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് വരുന്ന 2 ഭാഗവും സ്കേർട്ടിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിൻ്റെയും 2 വശം കൂടെ സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സിബ് നീളം കൂട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം പറ്റൂല കേട്ടോ. അപ്പോൾ ബാക്ക് നമ്മൾ ഒരു വശം ഓപ്പൺ ആക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു രീതിക്കാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ പണിയും തീരും, പെട്ടെന്ന് നല്ല ഫിനിഷിങ്ങിലും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രോക്ക് ടോട്ടലി സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴുള്ള ഒരളവ് കാണിക്കുക കേട്ടോ. കറക്റ്റ് 18
18.5 ഇഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവും. 18 തന്നെ കറക്റ്റായിട്ട് എടുക്കും. നമ്മൾ ആ ഒരു ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോ ചെയ്താൽ ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. നല്ല ഭംഗിയാണ്. ഹെവി ആയിട്ടുള്ള ഫ്രോക്ക് എത്ര വലുപ്പത്തിലാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളതിൻ്റെ സെൻറ്റർ പോർഷനിൽ ആ ഒരു നെക്കിൽ നിന്ന് 1 ഇഞ്ച് കയറ്റി വെച്ചിട്ട് കയറ്റി കിടക്കണം ആ ഒരു ഫ്ലവറിൻ്റെ എൻഡിങ്. അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടാണ്. എന്നിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഫിറ്റാക്കി കൊടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്ലൂ വെച്ച് ചെയ്യുമ്പം ഒന്ന് ഗം ചെയ്യുമ്പോൾ നല്ല ഭംഗിക്ക് ആ ഒരു ഫ്ലവർ ഇളകാതെ അവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ തുന്നി പിടിപ്പിച്ചാൽ ഒന്ന് സ്ട്രോങ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളതിൽ അവിടെ ആയിട്ട് ഇങ്ങനെ പഞ്ചിങ് ബീഡ്സൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്ത സെയിം ഫ്രോക്കിൽ ഇതേ ഒരു മോഡൽസാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പം അതേപോലെ തന്നെ ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ പേജിൽ നിന്ന് വരുന്ന ഫ്രോക്കുകളാവുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ ചെയ്യാം. അത് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ വേറൊരു പേജിലത്തെ മോഡലാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ ഡിഫറൻസ് എങ്ങനെയായാലും ഞാൻ ചെയ്യുമ്പോൾ അത് എൻ്റേതായ ആ ഒരു ശൈലിക്ക് വരും, വേറുള്ളവർ ചെയ്യുമ്പോൾ അത് അവരുടെ ഒരു ശൈലിക്ക് വരും. അങ്ങനെ ചെറിയ ഡിഫറൻസൊക്കെ വരും കേട്ടോ. പക്ഷെ കാണുന്നവർക്ക് അത് തിരിഞ്ഞില്ലെങ്കിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ടോട്ടലി നമ്മൾ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് എവിടെയൊക്കെ കൊടുക്കണം അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് തിക്കിൽ കൊടുത്താലും ഭംഗി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ആ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു സെയിം മോഡലല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്താട്ടോ. പിന്നെ അതിൻ്റെ സ്റ്റാപ്പിൽ നമ്മൾ നല്ല തിക്കായിട്ട് ഒരൊറ്റ ലൈന് കൊടുക്കുന്നുണ്ട് കേട്ടോ, പഞ്ചിങ് ബീഡ്സ്. ആ ഒരു ബീഡ്സ് നല്ല പ്യൂർ വൈറ്റാണ് കേട്ടോ, അതന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇത് നമ്മൾ 2 സ്റ്റാപ്പിലും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്റ്റാപ്പിൽ ഒരേപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ സ്റ്റാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെയുള്ള ഫ്ലവർ വെക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് നമ്മൾ ലേസിൽ ഫ്ലവർ വരുന്ന ലേസ് കട്ട് ചെയ്തിട്ട് അത് പഞ്ചിങ് ബീഡ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രോക്കിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.